ആർക്ക് വായു ഗുളിക മേടിക്കാനാണോ ഇങ്ങനെ പോകുന്നത്? എന്തിനാ ഇങ്ങനെ തിരക്ക്? അതായത് 10-20 ലക്ഷം രൂപ കൊടുത്ത് വണ്ടിയും വാങ്ങിച്ചിട്ട് സ്വന്തം ജീവൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാ? ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ഇന്നലെ 4 പേര്, അതായത് വടകരക്കടുത്തുള്ള ഒരു കുടുംബത്തിലുള്ള 4 പേരാണ് മരിച്ചുപോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് സൈഡിൽ കയറി വന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ടും വണ്ടി എടുക്കാതെയും എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാന്ന് എൻ്റെ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യെന്നേ പറയാനുള്ളൂ. അതായത് റോഡിലൂടെ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല. എല്ലാവന്മാർക്കും തിരക്കാന്ന്, ഒടുക്കത്തെ തിരക്ക്. അതായത് 2 വീലറുകാരൻ്റെ തിരക്ക്, കാറുകാരൻ്റെ തിരക്ക്, ബൈക്കുകാരൻ്റെ തിരക്ക്, ബസ്സുകാരനെ ഞാൻ പറയുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളൊരു ഇൻഷൂർ എടുത്തങ്ങ് കൊടുത്താൽ മതി, ബാക്കി അവർ നോയിക്കോളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ബസ്സുകാരനെ ഞാൻ പറയുന്നില്ല, KSRTCനെയും പറയുന്നില്ല. ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ റോഡോ നിയമങ്ങളോ ഒന്നും ബാധകമല്ല. ഇവരൊക്കെ കറകളഞ്ഞ ബസ് പ്രേമികളാണ്. അതായത് അവർ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോടിയെത്തണം. മറ്റുള്ളവന്റെ ജീവൻ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കോടിയെത്തേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തുള്ള റോഡുകൾ ഇപ്പോഴൊരു ദേശീയപാതേൻ്റെ പണി നടക്കുന്നതെന്നുള്ള പേരിൽ ഇതാണെങ്കിൽ ഒരു ദിശയില്ല, ഒരു ഇതില്ല. അതായത് ചില ആൾക്കാരൊക്കെ വേഗം എത്താൻ വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലൂടെ പോകുന്നത്. ബസ്സുകാരൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോഴും ഞാൻ വരുമ്പോഴേ മുഴുവൻ ബ്ലോക്കാണ്. ഇവൻ എന്നിട്ട് ഏത് വഴിയാണ് പോകുന്നത്? ഇവൻ 1 വേ കയറിയിട്ടാണ് ഇവൻ പോകുന്നത്. ഇവനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കണ്ടേ റോഡ്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഈ ബസ്സുകാർക്കായാലും ലോറിക്കാർക്കായാലും ഇവർക്കൊന്നും ബാധകേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മനുഷ്യന്മാർ നടന്നു പോകുമ്പോൾ അല്ലേ ഇതിനിടയ്ക്കൊരു കുട്ടീനെ നമ്മൾ കണ്ടതല്ലേ, അത് എത്ര സൈഡിലൂടെയാണ് പോകുന്നത്. എന്നിട്ട് ഇവനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡിലൂടെ പോയിട്ടും കൂടി അവർ ഇടിച്ച് തെറിപ്പിച്ചിട്ടല്ലേ പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന ആക്സിഡൻറ്റുകൾ എവിടെയാ ഇവറ്റകൾ പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് ഇവറ്റകൾക്ക് എന്താണ് കിട്ടുന്നത്? മറ്റുള്ളവൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവറ്റകൾക്ക് എന്താണ് കിട്ടുന്നത്? ഞാൻ ഒരാളെ മാത്രമല്ല കുറ്റം പറയുന്നത്. നമ്മൾ മലയാളികൾ ഇത്രയും വൃത്തികെട്ട ഡ്രൈവിങ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾ മാത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇമാതിരി ഡ്രൈവിങ് ചെയ്യുന്നില്ല. ഇവിടെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം. അതായത് ഇതിനൊന്നും വലിയ കേസില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവൻ്റെ വണ്ടീൻ്റെ പൈസ മുഴുവൻ വിറ്റാലും ഇനി പിന്നെ എന്താ പറയേണ്ടത്, ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തോക്ക്. ഇത് ഒരു മൊത്തത്തിൽ എന്ന് പറഞ്ഞ് ഇതൊന്ന് മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിനി. ഇതെന്താണെന്നറിയാം, വണ്ടി ഇടിച്ചിട്ട് എടുത്താൽ ചത്ത് കഴിഞ്ഞാൽ ഇതാ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. കുറച്ച് കഴിഞ്ഞാൽ അവന് ജാമ്യമായി. അതായത് ഒരു 10 ലക്ഷം ഉറുപ്പ്യൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ അതിന് ഇൻഷുറോ നമുക്കാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും തട്ടാം, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് അല്ലേ. ഇതാണ് ഇവിടെ നടക്കുന്നത്. എടോ ഇത് റോഡാണ്, ഇത് റോഡ് ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ പൊതുവഴിയല്ലേ. ചില അവന്മാരെന്ന് പറഞ്ഞാൽ ഇതുവഴിയാണ് വണ്ടി എടുക്കുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഇതുവഴിയാണ് ഓരോരുത്തന്മാർ വണ്ടി എടുക്കുന്നത്. അതായത് ഈ പൊതുവഴിയിലൂടെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സ്കൂളെല്ലാം തുറക്കാൻ വേണ്ടി പോകുന്നു. സത്യം പറയാലോ പേടിയാകുന്നറിഞ്ഞ്. അതായത് സ്കൂൾ ബസ്സിന് പോലും ഒരു മാനദണ്ഡങ്ങളില്ല. ഇതിനിടയ്ക്ക് ഒരു സ്കൂൾ ബസ് എന്ന് പറയുന്ന ഓൻ എന്ത് സ്പീഡിലാണ് വന്നിരിക്കുന്നത്. അന്നൊരു കുഞ്ഞാണ് അതിൻ്റെ അടിയിൽ പോയത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഭ്രാന്തായിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിന്. ഒരെണ്ണത്തിന് പോലും തലക്ക് വെളിവില്ല. അല്ല ഇവറ്റുകൾ ഇവിടുന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ അങ്ങ് പറപ്പിക്കുകയാണ് ഇവരൊക്കെ. വന്നാ വന്നു, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ പറ, എത്ര അപകടങ്ങളാണ് നമ്മൾ CCTV വഴി കാണുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ വഴി എത്ര അപകടങ്ങൾ കാണുന്നത്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കാൽനട യാത്രക്കാർ, പാവങ്ങൾ, അവരാണ് ഇതിൻ്റെ അതൊക്കെ പെട്ടുപോകുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു കാറ്, ആ കാറിലൊന്നും തന്നെ AC-യും ഒരു ഫോണും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചെവിയിൽ 2 കുന്തം വെച്ചിട്ടാണ് എല്ലാം നടക്കുന്നത്. ആ ചെവിയിൽ വെച്ച കുന്തോ പിന്നെ ഇവൻ്റെ ആ ഒരു സ്പീക്കർ ഓണാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പഞ്ചാരി അടിച്ചോണ്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇവൻ എവിടെയാണ്? ഈ കാണുന്നത് ആൾക്കാരാ. ഈ റോഡ് സൈഡിലൂടെ പോകുന്ന പാവങ്ങളൊന്നും ഇവർ കാണുന്നില്ല. ഇവരങ്ങ് അടിച്ചു കയറി കൊടുക്കൂലേന്ന്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു അപകടം നടന്നു. അതായത് കണ്ണൂർ ജില്ലയിലെ ഈ പയ്യാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ, എൻ്റെ അഭിപ്രായത്തിന് ആ ഡ്രൈവർ ഉണ്ടല്ലോ, ആ സ്പോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇതാക്കണമായിരുന്നു. അതാ വേണ്ടതായിരുന്നു. അവൻ അത്രമാത്രം ആ ഒരു വളവൊക്കെ അവൻ തിരിക്കുന്നത് കണ്ടാൽ. കാരണം എന്താണെന്നറിയില്ലേ, വീട്ടിൽ ചവറുപോലെ പൈസ ഈ തന്തിയും തള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയും ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വില കൂടിയ കാറ്, വില കൂടിയ മൊബൈല്, ഇതൊക്കെയല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്. വല്ലവൻ്റെയും പെരടിക്ക് കയറി പോയിക്കോന്ന് പറഞ്ഞിട്ട്. അതിലെന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള ഒരു കുട്ടീന,
അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കൂടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ഉമ്മാനെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി, കുട്ടിയുടെ ബാക്കിയായി പോയി. അങ്ങനെയുള്ള നാറിത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇത് കാണിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായത്തിന് ഇനി ചെക്കിംഗ് ഒന്നും പോരാ. ഇതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കടുത്ത ശിക്ഷ നൽകണം. അതായത് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവൻ ജീവിതത്തിൽ പുറത്തിറങ്ങാത്ത തരത്തിൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കണം. അവൻ റോഡിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടി നടക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ആക്കി കഴിഞ്ഞാലില്ലേ, അതായത് ഇപ്പോൾ ഗൾഫിലെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ. ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും പെരടിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് അപകടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവൻ നിസ്കുറാനി പൂട്ടിക്കുവായിരുന്നു. അതായത് അവൻ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും വളരെ ശ്രദ്ധിച്ചാൽ അവിടുത്തെ പൗരന്മാർക്കെല്ലാം ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എന്തും ചെയ്യാലോ. ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മക്കളെ എന്ന് വൈകുന്നേരം എന്താ 4 രാഷ്ട്രീയ നേതാക്കൾ വരും, എന്നാൽ പിന്നെ പോവല്ലേ, എന്നാൽ പിന്നെ പോകാം. ഇതാണ് പരിപാടി നടക്കുന്നത് ഇവിടെ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ അടിയിലും ഇതിലൊക്കെ വെച്ചുകൊണ്ടല്ലേ ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് മൊത്തം നടത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ ലഹരീൻ്റെ ആ ഒരു ഇതുണ്ടാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ പിന്നെ പോകുന്ന ആൾക്കാരെ നോക്കൂല, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കൂല. ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്നറിയാം, അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ബൈക്കിൽ പോകുന്നവരെയും സൈക്കിളിൽ പോകുന്നവരെയും കാൽനട യാത്രക്കാരെയും ഇവരെയൊക്കെ ഇടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ അതൊരു വലിയ സങ്കടകരം തന്നെയാണ്. അതായത് കാൽനട യാത്രക്കാരെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഒടുക്കത്തെ സ്പീഡ് കൊണ്ടാണെന്ന് നോക്കാം. പക്ഷേ ഈ അരികിലൂടെ നടന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളടക്കം അവരെന്താണ് ചെയ്യുന്നത്, അതാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. അതായത് അവരെത്ര സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് കൂടി യാതൊരു എന്താ പറയേണ്ട ഒരു ശ്രദ്ധയുമില്ലാതെ വന്നിട്ട് ഇതുപോലെ കയറ്റി കൊന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിതാപകരം തന്നെയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാരുടെ ഭ്രാന്താലയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആക്സിഡൻ്റാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, അതായത് എർട്ടിക എന്ന് പറയുന്ന ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിൽ ഈ സേഫ്റ്റിയുള്ള വണ്ടിയാണെന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത് എത്ര സ്പീഡിൽ അത് വന്നിട്ടുണ്ടാകും. അതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 1 വേ തെറ്റിച്ചിട്ടാണ് വന്നതെന്നാണ് പറയുന്നത് കേട്ടത്. അവനെന്താണ് ഇത്ര എവിടെ പോകാനാണ് അവന്? ഈ മേലോട്ട് പോകാനാണോ അവനിങ്ങനെ സ്പീഡായിട്ട് വന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് 20-30 ലക്ഷം ഉറുപ്പിയെല്ലാം നിങ്ങളെ വീട്ടിലുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഈ കാരണവന്മാർ ഉണക്ക മത്തി പോലും മേടിക്കാണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് ഉണ്ടാക്കിയ പൈസ ഉണ്ടാകും. ആ പൈസക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള വണ്ടി മേടിച്ചിട്ട് സ്വയം നിങ്ങളുടെ കുഴി നിങ്ങൾ തോണ്ടരുത്. അതുപോലെ തന്നെ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ കുഴി തോണ്ടരുത്. ഇത് ഒരുത്തനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒരാളോട് മാത്രം നമ്മൾ ഈ കഥ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാവരും തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഈ ബസ്സിൻ്റെ ഡ്രൈവർ എന്തോ ഒരു വിചാരം ഞാൻ തന്നെ വലിയ ആള്, ബാക്കി എല്ലാവന്മാരും ചാവണ്ടവന്മാരാന്ന് പറഞ്ഞ വലിയ എന്താ കാരണം എന്നറിയാം. ഇവൻ്റെയൊക്കെ മുതലാളി ഉണ്ടല്ലോ ചിലത്. അതായത് ഇവന്മാർക്ക് കളക്ഷൻ മാത്രമേ വേണ്ടൂ. മറ്റുള്ളവൻ്റെ ജീവന് പുല്ല് വിലയാണ് ഇവർ കൊടുക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക്, അതായത് ഇതുപോലെ നടന്നു പോകുന്നവർക്കും ഈ ബൈക്കുകാർക്കും സൈക്കിളുകാർക്കും അവർ കൊടുക്കുന്ന വിലയുണ്ട്. എത്രയാണെന്ന് ഓട്ടക്കാലണേൻ്റെ വില പോലും കൊടുക്കുന്നില്ല. അതായത് നമ്മളൊക്കെ ജീവനും കൊണ്ട് വീട്ടിലെത്തിയത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ആരുടെയോ പ്രാർത്ഥന കൊണ്ടാണ്, അല്ലെങ്കിലൊന്നും നമ്മൾ എത്തൂല. അതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഇവറ്റകളെ നിയന്ത്രിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള തടവ് ശിക്ഷ കൊടുത്താൽ മാത്രം. അല്ലെങ്കിലേ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ലൈസൻസ് ഒന്നും കട്ടിക്കൊന്നും പ്രശ്നമല്ല. 6 മാസം ലൈസൻസ് കട്ടിങ് എന്തോലൊക്കെ ആയിട്ട് അവൻ വീട്ടിലിരിക്കും, അത്ര തന്നെ. ഇവിടെ അതല്ലേ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. എന്തൊരു പ്രകസനാണോ സജീത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനിടയ്ക്ക് പിന്നെ ലക്ഷക്കണക്കിന് രൂപയെങ്ങാറ്റാ പോലും ഒരുത്തി കൈക്കൂലി വഞ്ചത്. എന്നിട്ട് അവളിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ എന്നിട്ട് അവളെ എന്താ സസ്പെൻഡ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അവളെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞാൽ സുഖത്തിൽ കയറുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ടീമുകളൊന്നും പറഞ്ഞാൽ ജീവിക്കേണ്ടേ അവരല്ല ഭൂമിയിൽ. ഇവറ്റകളുടെയൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിലായിരിക്കണം. അതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരുത്തനും മൈനിൽ അങ്ങനെയുള്ള ഒരാളില്ല ഇവിടെ. പിന്നെന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം പോവുക. ഒരു വണ്ടിക്കാരെയും നിങ്ങൾ നമ്പണ്ട. അതായത് ഞാൻ സൈഡിലൂടെയാണ് പോകുന്നത്, എൻ്റെ മേലെ വണ്ടി കയറില്ല എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോലും നടക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരുത്തം നമ്മളെ പേരിട്ട് കയറാൻ വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോ. ഇവിടെ
കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു വൃത്തികെട്ട സംവിധാനങ്ങൾ. കാരണം വെച്ചാൽ ഒരാൾക്കും ഒന്നിനെയും ഭയമില്ല, ആരെയും ഭയമില്ലായിരുന്നു. അതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം എന്നറിയാം, എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അഹങ്കാരം തലേ കയറിയിരിക്കുകയാണ്. അതായത് പോലീസുകാരെയൊക്കെ പണ്ടൊക്കെ പേടിയില്ല ആൾക്കാരുണ്ട്, ഇപ്പം അതും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കണ്ടില്ല ഒരു പോലീസുകാരൻ തന്നെ, അയാൾ തന്നെ വെള്ളമടിച്ചിട്ടാണ് ഒരുപാട് വണ്ടി കൊണ്ടുപോയിട്ട് കുത്തുന്നതാണ്. അങ്ങനെയുള്ളവനെയൊക്കെ പിരിച്ചു വിടണം അപ്പോൾ തന്നെ, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് വേണ്ട, ഇനി ലൈക്കേ വേണ്ട, ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരുന്നതാണ്. പക്ഷേ കമൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. നന്ദി, നമസ്കാരം.